എന്റെ അമ്മയാണ് എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എന്നെ നേരെ എന്ന് പറഞ്ഞാൽ ഡിഗ്രി മെയിൽ കഴിയുന്നു, ഞാൻ മെയിൽ തന്നെയാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, നീ പഠിച്ച് എത്ര നാളെടുത്താലും കുഴപ്പമില്ല, ഇനി 28 വയസ്സായാലും 30 വയസ്സായാലും കുഴപ്പമില്ല, നീ ഗവൺമെന്റ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യണം എന്നായിരുന്നു അമ്മ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് കിട്ടി, ഹാപ്പിയാണ്. അതുകൊണ്ട് എനിക്കൊന്ന് ഈ നിമിഷത്തില് അറ്റുവിനേക്കാൾ ഹാപ്പി അമ്മയായിരിക്കും. അമ്മയാണ്, തീർച്ചയായിട്ടും അമ്മയാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും, 1-2 റിസൾട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ 0.4 പോകുന്നത്. എനിക്ക് ഫസ്റ്റ് പോയത് SBI ക്ലർക്കിന്റെ മെയിൻസ്, അത് കർണാടകയിലാണ് വെച്ചത്. അതും ഇതുപോലെ പോയിന്റിന്റെ ഡിഫറൻസിനൊക്കെയാണ് പോയത്. അപ്പൊ അന്ന് ഞാൻ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിപ്പോയി, നിർത്തി പോയാലോ എന്ന് വരെ ആലോചിച്ചു. പക്ഷെ കണ്ടിന്യൂ ചെയ്ത് നിന്നുകൊണ്ട് മാത്രമാണ് ജോലി കിട്ടിയത്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ടും ഒരു ദിവസം കിട്ടും. ഹായ്, ഹലോ, നമ്മുടെ വെറാന്തറൈസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് സ്റ്റോറിയുടെ കൂടെ ഉള്ളത് വന്ന യൂണിയൻ ബാങ്ക് LBO ലോക്കൽ ബാങ്ക് ഓഫീസറിന്റെ എക്സാം ക്ലിയർ ചെയ്ത് ഓഫീസറായിട്ട് സെലക്ട് ആയിട്ടുള്ള അറ്റു ശങ്കറാണ്. നമുക്ക് അറ്റു ശങ്കറിനെ പരിചയപ്പെടാം. വെൽക്കം. താങ്ക് യു സർ. അപ്പോൾ അറ്റു ശങ്കർ വീട് ശരിക്കും ആറ്റുകാലാണ്. ശരിക്കും ഒരു പെക്യൂലർ ആയിട്ടുള്ളൊരു പേരാണ് അറ്റു ശങ്കർ. അപ്പം ശരിക്കും ആ പേര് ആറ്റുകാൽ നമ്മുടെ വീടായതുകൊണ്ടാണ് അല്ല, ആറ്റുകാൽ ദേവിയുടെ പേര് അങ്ങനെ കൊടുത്തതാണ്. വളരെ നല്ല പേര്. അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത്, അറ്റു ശങ്കർ പഠിച്ചത് ലിറ്ററേച്ചർ ആണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ലിറ്ററേച്ചർ പഠിച്ചിട്ട് പിന്നീട് ഈ ബാങ്കിലോട്ട് വരാനുള്ളൊരു മോട്ടീവ് എവിടെ നിന്ന് കിട്ടി? ബാങ്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വേഗം ഒരു ജോലി കിട്ടുന്ന പെട്ടെന്ന് ജോലി കിട്ടും. പിന്നെ അത് മാത്രമല്ല ജോബ് സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ ഒരു റെസ്പെക്റ്റബിൾ ജോബാണ്. ഗവൺമെന്റ് സെക്യൂരിറ്റി ഉറപ്പായിട്ടും 60 വയസ്സ് വരെ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഫാദർ വർക്ക് ചെയ്യുന്നത് എനിക്കൊന്ന് SI ആണ് അല്ലേ? അപ്പം എനിക്കൊന്ന് ഈ ഗവൺമെന്റ് ഫീൽഡിലോട്ട് വരണമെന്ന് പണ്ടോട്ട് കണ്ടിട്ട്. അതെ, എന്റെ അമ്മയാണ് എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അമ്മ ഇതുപോലെ അമ്മയ്ക്ക് ഭയങ്കര പർട്ടിക്കുലർ ആയിരുന്നു ഞാൻ ഗവൺമെന്റ് സെക്ടറിൽ തന്നെ ജോലി ചെയ്യണം എന്നുള്ളത്. അമ്മ പ്രിൻസിപ്പളാ. അപ്പോൾ അമ്മയാ എന്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ. ശരി, അമ്മ പ്രിൻസിപ്പളാണ്, അച്ഛൻ SI ആണ്. രണ്ടുപേരും ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ്. അപ്പോൾ ഇപ്പം ഈ കൊച്ചില് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിനോടുള്ള ഒരു ഇത് ഉണ്ടാവും. അപ്പം ഇപ്പം ഞാൻ ഈ ഗവൺമെന്റിൽ വന്നാലുള്ള ബെനിഫിറ്റ് ഈ പലർക്കും അറിയായിരിക്കും. സ്റ്റിൽ അറ്റു ശങ്കർ അറിയായിരിക്കും, പ്രത്യേകിച്ച് അറിയായിരിക്കും. കാരണം 2 പേരൻസും ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണ്. പ്രൈവറ്റ് പ്രിൻസിപ്പളാണ്. ഓക്കെ, ഫൈൻ. അച്ഛനാണ് SI. ഓക്കെ, അപ്പോൾ സ്റ്റിൽ അപ്പോൾ ഈ പറഞ്ഞ ഗവൺമെന്റിലോട്ട് വരാനുള്ള മോട്ടിവേഷൻ കിട്ടിയത് ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെയും അമ്മയുടെയും. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത് ചോദിക്കുന്നത്, ഈ പറഞ്ഞ പോലെ ബാങ്ക് എക്സാം എഴുതുമ്പോൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. കിട്ടുന്നത് തന്നെയാണോ, പെട്ടെന്ന് ബാങ്ക് എക്സാം എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ എക്സാം പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതിനാണോ? പിള്ളേർക്ക് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അപ്പം അറ്റു ശങ്കറിന് എഴുതി ക്ലിയർ ചെയ്ത ഒരാളാണ്. അപ്പം എന്താണ് പറയാനുള്ളത്? ബാങ്ക് എക്സാം എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് തന്നെയാണ്. കാരണം ഒരു 6 to 8 months നമ്മൾ പ്രിലിംസും മെയിൻസും കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്കൊരു 1 yearനകത്ത് ജോലി കിട്ടാവുന്നത് തന്നെയാണ് ബാങ്ക്. പെട്ടെന്ന് കിട്ടും. അതെ, മറ്റുള്ള കോമ്പറ്റീവ് എക്സാം വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും എന്നാണ് പറയുന്നത്. എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അപ്പോൾ അതൊക്കെ കറക്റ്റാണ്. കാരണം ഞാനിവിടെ ഈ പറഞ്ഞ പോലെ ബാങ്ക് എക്സാംസ് ഒക്കെ നോക്കുന്ന ആളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ സിലബസ് വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്ന് ഒരുപാട് കുറവാണ് പഠിക്കാൻ മറ്റുള്ള എക്സാം വെച്ച് നോക്കുമ്പോൾ. SSC ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ GK എല്ലാം ഒരുപാട് ഫാസ്റ്റ് ആയിട്ടും ഡീപ്പായിട്ടും പഠിക്കണം. അതെ, പക്ഷേ ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ സിലബസ് പെട്ടെന്ന് തീർക്കാൻ പറ്റും, എക്സാമിലോട്ട് പോകാൻ പറ്റും. പോരാതെ തന്നെ ഇവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വളരെ ഭയങ്കര ഫാസ്റ്റാ. 6 months കൊണ്ട് കംപ്ലീറ്റ് തീരും. അതാണ് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ആകാംക്ഷയുള്ളത്, ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് എങ്ങനെ അറ്റു ശങ്കർ പഠിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഈ വർഷമാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. നല്ല അടിപൊളി പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. അതും കേരളത്തിൽ തന്നെ അറ്റു ശങ്കർ കിട്ടിയെന്നുള്ളതാണ്. പിന്നെ അത് പറയുമ്പോഴാണ് ഞാൻ ഓർത്തത്, ശരിക്കും IPS PO അറ്റു ശങ്കർ ആക്ച്വലി ഇന്റർവ്യൂടെ പോയതാണ്. എനിക്കൊന്ന് 1 മാർക്കിന് എന്താണ് 0.6 പോയിരിക്കുകയാണ്. ഇപ്പൊ റിസർവ് ലിസ്റ്റ് ആണ് അല്ലേ അറ്റു ശങ്കർ? അങ്ങനെ അപ്പോൾ ഉറപ്പായിട്ട് റിസർവ് ലിസ്റ്റ് വിളിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 1.5 വരെ വിളിച്ചിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ 0.6 ആണെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാൻ ഉറപ്പായിട്ടും ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, സ്ട്രാറ്റജീസും ഈ പറഞ്ഞ പോലെ റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്ത റിസോഴ്സ് ഏറ്റവും എനിക്കൊന്ന് പ്രതിസന്ധി വരുന്നത് ഈ പറഞ്ഞ പോലെ ആദ്യം മാത്സ് പഠിച്ചു വരുമ്പോൾ കുറച്ച് പ്രയാസമാണ്. കാരണം മറ്റുള്ള എക്സാം വെച്ച് കുറച്ചൊന്ന് കട്ടി ലെവലിലാണ്, പ്രത്യേകിച്ച് മെയിൻസിലോട്ട് പോകുമ്പോൾ. അപ്പം മാത്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തപ്പോൾ അറ്റു ശങ്കർ എന്തായിരുന്നു യൂസ് ചെയ്തത്? ഞാൻ കൂടുതലും യൂട്യൂബിലെ വീഡിയോസും പിന്നെ ഇവിടുത്തെ മെറ്റീരിയലും എല്ലാം തന്നെയാണ് യൂസ് ചെയ്തത്.
പിന്നെ എൻ്റെ സ്ട്രോങ് സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു, മാത്സും ഇംഗ്ലീഷും ആയിരുന്നു. റീസണിങ്ങും കറണ്ട് അഫയേഴ്സും ആയിരുന്നു ഞാൻ ഇംഗ്ലീഷ് ആണോ? ലിറ്ററേച്ചർ. ഇംഗ്ലീഷാണ് ലിറ്ററേച്ചർ. ഓ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇംഗ്ലീഷ് കുറേയൊക്കെ പറഞ്ഞല്ലോ. ഇംഗ്ലീഷിന്റെ പറയുമ്പോൾ നമുക്ക് ഏത് കോമ്പറ്റീവ് എക്സാം എടുക്കുമ്പോഴും ഇംഗ്ലീഷ് ഒരു വലിയ മേജർ പാർട്ടാണ്. ഒരു 40% 50% ഇംഗ്ലീഷ് തന്നെയാണ്. അതെന്നെ ഇന്റർവ്യൂവിനും കുറെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ മാത്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ലാതെ പഠിച്ചതാണ്, ഒന്നര പഠിച്ചതാണ്. പ്രത്യേകിച്ച് ഞാൻ ചോദിക്കട്ടെ, ഈ മെയിൻസിലോട്ട് വരുമ്പോൾ മാത്സ് നല്ല ലെവലില് കട്ടി ലെവലിലാണ് അല്ലേ? അപ്പൊ ഈ മെയിൻസിലോട്ട് പോകുമ്പോൾ മെയിൻസ് എക്സാംസ് എഴുതുന്ന സമയത്തും അത് എങ്ങനെയാണോ? അത് പേടിയാ? മാത്സ് പറയുമ്പോൾ പേടിയാണോ അതോ എന്തായിരുന്നു? മാത്സ് പറയുമ്പോൾ ആക്യുറസി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട്. ഓക്കെ. അപ്പൊ മെയിൻസിൽ പോകുമ്പോൾ ആക്യുറസി മാത്സ് മാത്രമല്ല, റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും ആക്യുറസി ഉണ്ടെങ്കിൽ ക്ലിയർ ആവും. ഇപ്പൊ ഈ എനിക്കൊന്ന് ലോക്കൽ ബാങ്ക് ഓഫീസർ ഒറ്റ എക്സാം ആയിരുന്നു അല്ലേ? അതെ, ഒറ്റ എക്സാം ആയിരുന്നു. ഈ എക്സാം എളുപ്പമായിരുന്നു. അപ്പൊ എഴുതിയപ്പോ തന്നെ അറിയായിരുന്നു കിട്ടുമെന്ന് അറിയാം? ഇല്ല, ഒരു പ്രതീക്ഷയില്ലായിരുന്നു. സാധാരണ IBPS PO ഒക്കെ എഴുതിയപ്പോൾ എനിക്ക് കിട്ടും നല്ലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ട് വിളിച്ച പോസ്റ്റ് LBO. അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാ, റിക്രൂട്ട്മെന്റ് എങ്ങനെയാന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി എഴുതി, ഒരു എക്സാമേ ഉള്ളൂ, അങ്ങനെ എഴുതി പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. അതെ. അപ്പൊ ഇതിന്റെ റിസൾട്ട് വന്നപ്പോ നോക്കിയപ്പോ എന്തായിരുന്നു മൂവ്മെന്റ്? ഇവിടെ വെച്ചാ നോക്കിയത് ഇന്നലെ. അപ്പൊ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കിട്ടുമെന്ന്. ഹാപ്പിയായി. ആദ്യം ആരെ വിളിച്ചു? അമ്മയെ വിളിച്ചു പറഞ്ഞു. അച്ഛനും എല്ലാവരും ഹാപ്പിയായി? അച്ഛനും അമ്മയും എല്ലാവരും ഹാപ്പി. എല്ലാവരും പറഞ്ഞു, ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഇവിടെ എല്ലാവരും ഹാപ്പി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, IPS PO ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. IPS PO കിട്ടി, LBO കിട്ടി, ഏത് പോകും? LBO ആയിരിക്കും പോകുന്നത് ഉറപ്പായിട്ടും. അപ്പൊ ആഗ്രഹിച്ച പോസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. അതെ, കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റും 10 വർഷം. ഉറപ്പായിട്ടും. അതും ശരിക്കും ഓഫീസർ പോസ്റ്റ് തന്നെയാണ്. അത് നമുക്ക് കേരളത്തിൽ തന്നെ നിൽക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. IPS PO കിട്ടുമ്പോൾ അങ്ങനെയല്ല, ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് കിട്ടാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഞാൻ സബ്ജക്റ്റ് ഓരോന്നായിട്ട് ചോദിച്ചു വരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാത്സ് ചോദിച്ചു, പറഞ്ഞാൽ അത്യാവശ്യം പാടാണ്. പക്ഷേ ആക്യുറസി നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ റീസണിങ്ങും അത്യാവശ്യം നല്ല ലെവൽ പാടാണ്. റീസണിങ് മറ്റുള്ള എക്സാം ചെയ്യുമ്പോൾ നല്ല പാടാണ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? പസിലൊക്കെ എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് സൊല്യൂഷൻ ഒക്കെ ചെയ്ത് അത് വെച്ച് നോക്കി. മോക്കായിരുന്നു ഏറ്റവും വലിയ റിസോഴ്സ്. അതായിരുന്നു. അതെ, മോക്ക് തന്നെയായിരുന്നു. മോക്കിനാണ് കൂടുതൽ. അതെ, രാവിലെ വന്നാൽ ഞാൻ മോക്ക കൂടുതൽ എടുക്കാറ്. ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കൂടുതലും മോക്ക് തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. അതെ, എനിക്കൊന്ന് നമ്മൾ ഈ പറഞ്ഞ നമ്മളെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ ഈ പറഞ്ഞ പോലെ ലാബും ലൈബ്രറിയും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരാള് അറ്റൂഷാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ സ്ഥിരം കാണാറുണ്ട് അല്ലേ, ലാബ് ലൈബ്രറിയിൽ അല്ലാതെ വേറൊരിടത്തും അറ്റൂഷൻ പോകാറില്ലെന്നുണ്ട്. മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടോ? ലാബും ലൈബ്രറിയാണ് കൂടുതൽ യൂസ് ചെയ്തത്. ലാബ് വന്ന് ചെയ്യൂ. അതെ, രാവിലെ ഞാൻ 8 മണിയൊക്കെ ആകുമ്പോ വരും, വൈകുന്നേരം രാത്രി ഒരു 8 മണിയാകുമ്പോ പോകും. അപ്പൊ അത്രയും സമയം ലാബ് അല്ലെങ്കിൽ ലൈബ്രറി. ഒരു ദിവസത്തിന്റെ പഠിച്ചുകൊണ്ട സമയത്തുള്ള ഒരു ദിവസത്തെ റുട്ടീൻ എന്തായിരുന്നു? രാവിലെ വന്ന് മോക്ക് ചെയ്യും, അത് കഴിഞ്ഞ് അനാലിസിസും ലാബിലിരുന്ന് മോക്ക് ചെയ്യും. ഉച്ചയ്ക്ക് കറണ്ട് അഫയേഴ്സ് തന്നെയാ, കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും. അതെങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിച്ചത്? കറണ്ട് അഫയേഴ്സ് കൂട്ടുകാരും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അപരിചിത എടുത്തിട്ട് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് പഠിക്കുവായിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്തത്. കറണ്ട് അഫയേഴ്സ് അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇംഗ്ലീഷും റീസണിങ്ങും ഒക്കെ വീഡിയോ ക്ലാസ്സസ് ഒക്കെ കണ്ട് മാക്സിമം കണ്ട് പ്രാക്ടീസ് ചെയ്തു. പിന്നെ മോക്ക് ടെസ്റ്റ് തന്നെയാണ് എനിക്കൊന്ന് ഏറ്റവും വലിയ സോഴ്സ്. മോക്ക് ടെസ്റ്റ് തന്നെ ഏറ്റവും വലിയ സോഴ്സ്. എന്നിട്ട് അത് അനലൈസ് ചെയ്യുക. അനാലിസിസ് ആണ്. മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടല്ല, കൂടുതൽ അനാലിസിസ് എത്ര നന്നായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന അറിയാനും പറ്റും. അപ്പൊ നമുക്ക് ടൈം ഫ്രെയിമിൽ നമുക്കത് ചെയ്യുകയും ചെയ്യാം, അനാലിസിസ് പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഓക്കെ, അത് നല്ല ഒരു അഡ്വാൻറ്റേജ്. കാരണം ഈ മോക്ക് ടെസ്റ്റിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ടൈം ഫ്രെയിം നമ്മളെ കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അതേ സ്പീഡിൽ നമുക്ക് എത്താൻ പറ്റും പെട്ടെന്ന്. അത് കറക്റ്റാണ്. ഇപ്പോൾ വേറെ ചോദിക്കാനുള്ളത്, നമ്മൾ CA എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം മാർക്ക് കുറവാണ്. നമുക്ക് 50 മാർക്കാണ് മെയിൻസിന് വരുന്നത്. പക്ഷേ സ്റ്റിൽ നല്ലൊരു സ്കോർ അടിക്കാന്ന് വെച്ചാൽ ഒരു 15 മാർക്കൊക്കെയാണ് നല്ല മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 50 മാർക്കിൽ 15 മാർക്കുമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും മറ്റു എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടായിരുന്നു? ഇല്ല, കറണ്ട് അഫയേഴ്സ് എപ്പോഴും ഞാൻ വീക്ക് സബ്ജക്ട് തന്നെയായിരുന്നു എനിക്ക്. കറണ്ട് അഫയേഴ്സ് എത്ര പഠിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്നത് വളരെ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അതെന്റെ വീക്ക് സബ്ജക്ട് തന്നെയാണ്. അത്രയും ഡൈജസ്റ്റ് ആവാത്ത കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ അറിയാന്നുള്ള സംഭവമായിരിക്കും, പക്ഷെ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ മാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പഠിച്ചാൽ ഇത് ഓർമ്മ വയ്ക്കാനും ഭയങ്കര പാടാണ്. അതെ, കാരണം കൂടുതലും എക്കണോമിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഠിക്കേണ്ട ബാങ്ക് റിലേറ്റഡ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. 6 months ആണെങ്കിലും എക്സാം ചിലപ്പോൾ വാസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കും. അതെ, എനിക്കൊന്ന് RRBക്കൊക്കെ ഒരു വർഷം വരെ ചോദിച്ചിട്ടുണ്ട് ഈ വട്ടം. ഓക്കെ, സോ ഒരു നമുക്ക് ഈ പറഞ്ഞ സ്ട്രാറ്റജിക്ക് നോക്കുമ്പോൾ കൂടുതലും അത്യാവശ്യം മോക്ക് ടെസ്റ്റ് അടിച്ച് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കുക. മാക്സിമം നമ്മൾ ഈ പറഞ്ഞ ലൈബ്രറി ആണ് ഏറ്റവും യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് കൂടുതൽ. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് ഞാൻ ചോദിക്കുന്നത്, അത്യാവശ്യം
ലിറ്ററേച്ചർ കഴിഞ്ഞു ബാങ്ക് റിലേറ്റഡ് വന്നു, ഇപ്പോൾ ബാങ്കായിട്ട് കയറി ഓഫീസറായിട്ട് കയറി. പക്ഷേ ഇപ്പോൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, കറക്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇനി ഈ പ്രിപ്പറേഷൻ വെച്ചോടെ സ്റ്റോപ്പ് ചെയ്യുവാണോ, അത് അടുത്തെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡ്രീം പോസ്റ്റ് ഉണ്ടോ? ഇപ്പൊ അധികം അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും വേറെ പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ്. അല്ല, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്തില്ല, നേരെ ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോ PG ചെയ്യണം, അങ്ങനെയുണ്ട്. PG ഇനി ചെയ്യാൻ പോവാണ്. PG ചെയ്യും ഉറപ്പായിട്ടും, ഡിസ്റ്റന്റ് ആയിട്ടും ചെയ്യും. അതെന്നോട് വീട്ടുകാർ പറഞ്ഞതാ. ഇപ്പൊ തൽക്കാലം ഒരു ജോബ്, പക്ഷെ PG ഉറപ്പായിട്ടും ചെയ്യണം. PG ലിറ്ററേച്ചർ തന്നെ? ആ, ലിറ്ററേച്ചർ തന്നെ ചെയ്യും, അല്ലെങ്കിൽ ബാങ്കിന്റെ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ചെയ്യും. അതെ. അപ്പൊ അച്ചുസേകറിന്റെ ഈ പറഞ്ഞ ഡ്രീം ഇവിടെ തീരുന്നില്ല. പിന്നെ അടുത്ത പോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ PG ചെയ്യാൻ പോകുന്നു, അടുത്ത് ഇനി കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും എക്സാം നോക്കുന്നുണ്ടോ? അതെ, SSC-ലോട്ട് CGL നോക്കുന്നുണ്ട്. CGL ഏതെങ്കിലും പോസ്റ്റ്? ഞാൻ ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയില്ല, ഇനി അങ്ങോട്ട് നോക്കണം. ഇനി നോക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു ഷോർട്ട് ഇന്റർവ്യൂ ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ചുസേകർ ഇപ്പോൾ ക്ലിയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അച്ചുസേകർ ക്ലിയർ അല്ലെങ്കിൽ റൂട്ടീൻ എങ്ങനെ പഠിച്ചു അല്ലെങ്കിൽ ആ സ്ട്രാറ്റജീസ് അറിയാൻ വേണ്ടിയുള്ള ചെറിയൊരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അച്ചുസേകർ പറഞ്ഞു, സ്ട്രാറ്റജീസ് ഒക്കെ പറഞ്ഞു. ഈ പറഞ്ഞ മോക്ക് ടെസ്റ്റ് ആണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ ഇതിന് അവസാനമായിട്ട് ഈ പറഞ്ഞ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അച്ചുസേകറിനെ പോലെ തന്നെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത്? അവർക്ക് ഒരു ചെറിയ അഡ്വൈസ് എന്ന രീതിയിൽ? കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും, 1-2 റിസൾട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ 0.4 പോകുന്നത്. എനിക്ക് ഫസ്റ്റ് പോയത് SBI ക്ലർക്കിൻ്റെ മെയിൻസ്, അത് കർണാടകയിലാണ് വെച്ചത്. അതും ഇതുപോലെ പോയിന്റ്സിൻ്റെ ഡിഫറൻസിനൊക്കെയാണ് പോയത്. അപ്പോൾ അന്ന് ഞാൻ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിപ്പോയി, നിർത്തി പോയാലോ എന്ന് വരെ ആലോചിച്ചു. പക്ഷേ കണ്ടിന്യൂ ചെയ്ത് നിന്നുകൊണ്ട് മാത്രമാണ് ജോലി കിട്ടിയത്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ടും ഒരു ദിവസം കിട്ടും. അതാ. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒക്കെ കൺട്രോൾ ചെയ്തിരുന്നോ? ഉറപ്പായിട്ടും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടില്ല. മൊബൈൽ സ്മാർട്ട് ഫോൺ ഒക്കെ യൂസ് ചെയ്യും, ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യത്തില്ല. ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ സ്ക്രീൻ ടൈം കുറവ് തന്നെയായിരുന്നു, ഒരു ഹാഫ് ആൻ അവറിനകത്ത് ഒരു ദിവസം. അതെ, ടെലഗ്രാം ചാനൽ മാത്രമൊക്കെ, അതും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ സോഷ്യൽ മീഡിയ അറ്റാച്ച്ഡ് അല്ല, ബ്ലോക്ക് ചെയ്തു കംപ്ലീറ്റ്. അതെ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഫോക്കസ് ഒക്കെ കൊണ്ടുവരാനും സഹായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഈ ഒരു 8 എക്സാമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂ ആണ് വരുന്നത്. അപ്പോൾ ഇന്റർവ്യൂ ശരിക്കും ഇവിടുന്ന് മോക്ക് ഇന്റർവ്യൂ ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് യൂണിയൻ ബാങ്കിൻ്റെ ഇൻ്റർവ്യൂ ബാംഗ്ലൂർ വെച്ചാണ് നടന്നത്. അപ്പോൾ ഒരു 3 മെമ്പർ പാനലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു മോക്ക് ഇൻ്റർവ്യൂ തന്ന ഒരു മോട്ടിവേഷൻ തന്നെയായിരുന്നു അവിടെ വളരെ ഹെൽപ്പ് ചെയ്തത്. കാരണം ഇൻ്റർവ്യൂ നമുക്ക് പാനൽ മെമ്പേഴ്സ് സജഷൻസ് കറക്റ്റ് ചെയ്തു തന്നു. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് കോൺഫിഡൻസ് പറയുന്നതിൽ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഇൻ്റർവ്യൂവിൽ തെറ്റിപ്പോകുമോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നു. കറക്റ്റായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അത് മോക്ക് ഇന്റർവ്യൂ അവിടെ അല്ല, ഞാൻ റിയൽ ഇന്റർവ്യൂ ചോദിക്കുവാണ്. ഞാൻ ലോക്കൽ ബാങ്ക് ഓഫീസർ ആയതുകൊണ്ട് സാധാരണ ഇന്റർവ്യൂ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ്. ഇതും ഇംഗ്ലീഷിലായിരുന്നു? അതെ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെയായിരുന്നു. പാനൽ മെമ്പേഴ്സും മലയാളികളൊന്നും ആയിരുന്നില്ല, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരുന്നു. നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ റിയൽ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇന്റർവ്യൂ കൂടുതലും ചോദിച്ചത് ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയായിരുന്നു. പിന്നെ ബാങ്കിങ് ടേംസ് ഒക്കെ കുറേ ചോദിച്ചു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എവിടെയാ പഠിച്ചതെന്നൊക്കെ ചോദിച്ചു. ബാങ്കിങ് ടേംസ് ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, ഇതൊക്കെ ആരാ പഠിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ വരാന്ത റീസിന്റെ പേരൊക്കെ പറഞ്ഞു. ഓക്കെ. ഇനി അടുത്ത് ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ 10-18 വർഷം കണ്ടിന്യൂസ് പഠിക്കുവാണ്. പിന്നെ പറഞ്ഞ 10 കഴിഞ്ഞു, +2 കഴിഞ്ഞു, പിന്നെ കോളേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജോലി കിട്ടും, അല്ലെങ്കിൽ ജോലി എന്നുള്ള പ്രതീക്ഷയിൽ വരുന്ന സമയത്ത് പിന്നെയും കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെയും പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഈ പറഞ്ഞ പ്രതീക്ഷ പിന്നെ കുറവാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് ഈ പറഞ്ഞ വീട്ടുകാരും നാട്ടുകാരൊക്കെയാണ്. അപ്പോൾ വീട്ടുകാരുടെ ആ സപ്പോർട്ട് ശരിക്കും ഉണ്ടായിരുന്നു? എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ വീട്ടുകാർ തന്നെയായിരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എന്നെ നേരെ എന്ന് പറഞ്ഞാൽ ഡിഗ്രി മെയിൽ കഴിയുന്നു, ഞാൻ മെയിൽ തന്നെയാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതും. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, നീ പഠിച്ച് എത്ര നാളെടുത്താലും കുഴപ്പമില്ല, ഇനി 28 വയസ്സായാലും 30 വയസ്സായാലും കുഴപ്പമില്ല, നീ ഗവൺമെൻറ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യണം എന്നായിരുന്നു അമ്മ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് കിട്ടി, ഹാപ്പിയാണ്. അതുകൊണ്ട് ഈ നിമിഷത്തിൽ അറ്റുനേക്കാൾ ഹാപ്പി അമ്മയാണ്, തീർച്ചയായിട്ടും അമ്മയാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി. ഈ ഒരു നല്ല അച്ചീവറാണ്, നല്ല ഒരു അടിപൊളി പോസ്റ്റാണ് ശരിക്കും. യൂണിയൻ ബാങ്ക് LBO എന്ന് പറയുമ്പോൾ നല്ല വലിയൊരു പോസ്റ്റാണ്, അത് കേരളത്തിൽ തന്നെ കഴിയാം.
അപ്പോൾ ആ ഒരു വലിയൊരു പോസ്റ്റ് അച്ചീവ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടത്? ആദ്യം ഫാമിലി, അച്ഛൻ, അമ്മ, പിന്നെ അപ്പൂപ്പൻ, അമ്മൂമ്മ, അവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഞാൻ ഡൗൺ ആയി പോകുമ്പോൾ എൻ്റെ ഫാമിലി തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഭയങ്കര മോട്ടിവേഷനും സപ്പോർട്ടും ഒക്കെയാണ്. നമ്മൾ ഡൗൺ ആയിട്ട് പോകുമ്പോൾ അവർ നമ്മളെ പോട്ടെ വിഷമിക്കേണ്ട, ഇവിടെ തന്നെ നമുക്കൊരു ഗ്രൂപ്പിനെ കാണാൻ പറ്റും ഇങ്ങനെ സ്ഥിരം വന്ന് വർക്ക് ചെയ്യുന്നത്. അതിനൊരു മോട്ടിവേഷനായി, ഇത്രയും പേര് വന്ന് പഠിക്കുന്നില്ലേ, നമുക്കും പറ്റും എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഇവിടുത്തെ ഓരോ അച്ചീവേഴ്സിൻ്റെ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഇനിയും വർക്ക് ചെയ്യാൻ. പിന്നെ എനിക്ക് ഇവിടുത്തെ ഫാക്കൽറ്റി, എൻ്റെ മെൻറ്റർ ശ്രുതി മിസ്, പിന്നെ വെരാന്ത റൈസിൻ്റെ ഹോൾ ടീം തന്നെ സപ്പോർട്ട് ചെയ്തു. രാവിലെ മുതൽ ലാബും ലൈബ്രറിയും തന്നെ യൂസ് ചെയ്യാനായാലും എല്ലാം പ്രൊവൈഡ് ചെയ്ത വെരാന്ത റൈസിനൊരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനി അവസാനമായിട്ട് അച്ചീവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ, അച്ചീവറിൻ്റെ ഒരുപാട് പേര് മോട്ടിവേഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യമാണ്, നമ്മൾ എല്ലാ വർഷവും ഒരു വർഷത്തിൽ കംപ്ലീറ്റ് ജോലി കിട്ടുന്ന എല്ലാവരെയും അച്ചീവേഴ്സിനെ വെച്ചിട്ട് ഏറ്റവും ഒരു വലിയൊരു സക്സസ് മീറ്റ് എല്ലാ വർഷവും നമ്മൾ ഈ വെരാന്ത റൈസ് ട്രിവാൻഡ്രത്ത് നടത്തും. അത് ഈ വട്ടം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒഫീഷ്യലി ആയിട്ട് ഈ പറഞ്ഞ പോലെ അച്ചീവേഴ്സിൻ്റെ വലിയൊരു സക്സസ് മീറ്റ് ഈ വരുന്ന മെയ് 10-നാണ് നമുക്ക് നടക്കുന്നത്. അപ്പോൾ ഇവിടെ പാളയം AK സെൻറ്റർ വെച്ച് നടക്കുവാണ്. അപ്പോൾ ഒഫീഷ്യലി ആയിട്ട് ഞാൻ അറ്റുശങ്കറിനെയും ഫാമിലിയെയും ഉറപ്പായിട്ട് വിളിക്കുവാണ്. അപ്പോൾ എനിക്കൊന്ന് അറ്റുശങ്കറിന് ട്രെയിനിങ് ഒക്കെ ഈ 28-ാം തീയതി ഉണ്ടെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് ഉറപ്പായിട്ടും ആണ് വിടണം. ഉറപ്പായിട്ടും അവർ വന്ന് ഈ പറഞ്ഞ പോലെ അറ്റുശങ്കറിൻ്റെ പേരിൽ സർട്ടിഫിക്കറ്റും മെഡലും വാങ്ങണം. അപ്പോൾ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും അവിടെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് മെയ് 10-ന് നമ്മൾ ഒരുപാട് അച്ചീവേഴ്സ് വരുന്നവർ പങ്കെടുക്കുന്ന വലിയൊരു സക്സസ് മീറ്റാണ്. ഈ പറഞ്ഞ 100-ൽ കൂടുതൽ അച്ചീവേഴ്സ് ഉണ്ട് ഈ വർഷം പാസ്സായ ആൾക്കാർ മാത്രം. അപ്പോൾ അത് വന്ന് നിങ്ങളും പങ്കെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അച്ചീവേഴ്സിനെ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ വരാം, ഗവൺമെൻറ് ജോബ് എന്നുള്ളൊരു ഡ്രീം നിങ്ങൾക്കും വരാം. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒഫീഷ്യലി ഒന്നുകൂടെ വിളിക്കുവാണ്, എല്ലാവരും വരണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ലൊരു സക്സസ് സ്റ്റോറിയുമായിട്ട് നിങ്ങളതിൽ മുന്നിൽ പിന്നെയും വരുന്നതാണ്. അപ്പോൾ ഇതുവരെ സീ യു സൂൺ.